നമസ്കാരം, എൻ്റെ പേര് അഡ്വക്കേറ്റ് കാർത്തിക് ഹരിഹരൻ. ഞാൻ റൈറ്ററാണ്, മോട്ടിവേഷണൽ സ്പീക്കറാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു പടത്തിനെ പറ്റിയുള്ള എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. സിനിമയുടെ പേര് 3BHK എന്നാണ്. ഗണേഷ് എന്ന് പറഞ്ഞ ഡയറക്ടറാണ് ഈ പടം ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെക്കുറിച്ച് ഞാൻ അപ്പോൾ അതിനുമ്പോൾ ഡയറക്ടറിനെ പറ്റി ഒരു വാചകം പറയാം. ഡയറക്ടറിൻ്റെ 8 തോട്ടകൾ എന്നുള്ള സിനിമയാണ് ഞാൻ നേരത്തെ കണ്ടുള്ളത്. നല്ല അടിപൊളി സിനിമയായിരുന്നു. അതിനുശേഷമുള്ള സിനിമയാണ്. ഇതിൽ പ്രധാനമായിട്ട് അഭിനയിക്കുന്ന ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരത് കുമാറുണ്ട്, അതോടൊപ്പം തന്നെ സിദ്ധാർത്ഥ് ഉണ്ട്, മേധാ രഘുനാഥിനെ പറ്റി പറയുകയാണെങ്കിൽ ഗുഡ് നൈറ്റ് എന്നുള്ള സിനിമ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സിനിമയാണ്. അതിലെ നടിയാണ്. അതോടൊപ്പം തന്നെ ദേവയാനി പഴയ ആക്ട്രസ്സാണ്. അപ്പം അവരെല്ലാമാണ് എൻ്റെ മെയിനായിട്ട് ആക്ട് ചെയ്യുന്നത്. പിന്നെ യോഗി ബാബു ഉണ്ട്. അങ്ങനെ കുറച്ച് ആക്ടേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഈ സിനിമയിൽ എന്നെ ആകർഷിച്ച അല്ലെങ്കിൽ എനിക്കൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിഡിൽ ക്ലാസ് ലൈഫ് ജീവിക്കുന്നവർക്കും എല്ലാവർക്കും റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട്. അപ്പം ചില ചിന്തിക്കും ഇപ്പോഴും മിഡിൽ ക്ലാസ് പാസും അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ എന്താണ് പുതുമ എന്നുള്ളത്. പക്ഷേ ഇതിൽ എന്നെ എക്സൈറ്റ് ചെയ്തിരിക്കുകയെന്ന് വെച്ചാൽ പണ്ട് നമ്മൾ സിനിമ കാണുമ്പോൾ മലയാളത്തിലെന്ന് പറയുമ്പം ഒരുപാട് കുടുംബ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമകളുണ്ടായിരുന്നു. ഇപ്പം പ്രിയദർശൻ സാറിൻ്റെയും സത്യൻ തിക്കാട് സാറിൻ്റെയൊക്കെ സിനിമകൾ, പണ്ടത്തെ സിനിമകൾ. പക്ഷേ ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു കഴിഞ്ഞാൽ തമിഴിലാണ് അതുപോലെ നല്ല കണ്ടൻറ്റ് ബേസ്ഡ് ആയിട്ടുള്ള സിനിമകൾ കൂടുതലായിട്ട് വരുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് നൈറ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പം ടൂറിസ്റ്റ് ഫാമിലി ആവട്ടെ, ഇപ്പോൾ ഈ 3BHK ആ ഒരു ഗണത്തിൽ പെടുത്താൻ പറ്റുന്ന എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ സിനിമ റിവ്യൂ ഇടുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമകളുണ്ട്. അപ്പോൾ ഇതിലെന്താണ് സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരുപാട് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അതിൽ ഇവരൊരു വീട്, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് എല്ലാവരുടെയും സ്വപ്നമാണ്. അപ്പം ഇപ്പോഴും 2025 അങ്ങനെയൊക്കെ സ്വപ്നം കാണുന്നവരുണ്ടോ? ജസ്റ്റ് ഒരു വീടല്ലേ. പക്ഷേ അത് ഇമോഷണൽ കണക്ട് മനസ്സിലാവുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവത്തുള്ളൂ. വീടെന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു വലിയ സംഭവമാണ്. ഇപ്പം ഒരു വാടക വീട്ടിലൊക്കെ താമസിച്ചിട്ടുള്ള അല്ലെങ്കിൽ താമസിക്കുന്നവർ ആലോചിക്കും എന്നാണ് നമ്മളൊരു സ്വന്തമായിട്ട് വീട് മേടിക്കുന്നത്. ആ ഒരു ഇതിലാണ് ശരത് കുമാറിൻ്റെ ക്യാരക്ടർ പോകുന്നത്. അതായത് എന്ന് ഞാൻ സ്വന്തമായിട്ടൊരു വീട് ഏൺ ചെയ്യും. അപ്പം നമുക്കത് ആ ഒരു അനുഭവിച്ചിട്ടുള്ളവർക്ക് മാത്രം റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പോൾ സ്വന്തമായിട്ടൊരു വീടുള്ളവരാണെങ്കിൽ തന്നെ ചിന്തിക്കും, ഇപ്പോൾ മഴയൊക്കെ പെയ്യുന്നു, വെള്ളം വീഴുമോ, അല്ലെങ്കിൽ പഴയ വീടാണ്, എന്തെങ്കിലും സംഭവിക്കുമോ, വെള്ളം വീണോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമാവുമോ, ആ ഒരു ഭയം ചിലർക്കുണ്ട്. അത് ആ ഒരു ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മനസ്സിലാക്കും. ഇനി നമ്മളെപ്പോലുള്ള യൂത്ത് അല്ലെങ്കിൽ മിഡിൽ ഇതായിട്ടുള്ളവർക്ക് ചിന്തിക്കുന്ന ഒരു ഫാക്ട് ഈ സിനിമയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സിദ്ധാർത്ഥിൻ്റെ ക്യാരക്ടർ എന്ന് നമ്മുടെ എല്ലാം പ്രതിനിധിയാണ്. കാരണം അദ്ദേഹം ഇതിൻ്റെ അതിൽ ഇഷ്ടപ്പെടാത്തൊരു കോഴ്സ് എടുത്ത് ജോയിൻ ചെയ്ത് അച്ഛൻ്റെയും ബാക്കിയുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി ജോയിൻ ചെയ്ത് പഠിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല ആ ജോബിൽ. കാരണം അദ്ദേഹത്തിന് ഇഷ്ടമല്ല ഈ ഫീൽഡ്. അദ്ദേഹത്തിന് വേറൊരു ഫീൽഡും പഠിച്ചത് വേറൊരു ഫീൽഡ്. അപ്പം ആ സമയത്ത് ഒരുപാട് സ്ട്രഗിളുണ്ട്. ഇപ്പം മേധയുടെ ക്യാരക്ടർ ആണെങ്കിലും പുള്ളിക്കാരിയും നല്ലൊരു ബ്രില്യൻ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരു സാഹചര്യത്തിൽ കല്യാണം കഴിക്കേണ്ടി വരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേർക്കും സംഭവിക്കുന്ന ഒരു മെയിൻ എലമെൻറ്റ് ഇനി ഞാൻ പറയാൻ പോകുന്നതാണ്. കാരണം മെയിൻ എലമെൻ്റ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ രണ്ടുപേരും പ്രശ്നം വന്നു. ഈ രണ്ടുപേരും പ്രശ്നം വന്നപ്പോൾ തന്നെ സൂയിസൈഡ് എന്നുള്ള മെത്തേഡല്ല സ്വീകരിച്ച്. ഇപ്പോൾ സൂയിസൈഡിൻ്റെ കാര്യം ഈ സിനിമയിലേക്ക് ഞാൻ കൊണ്ടുവരാൻ കാര്യം, ഇപ്പം നമ്മളിപ്പോൾ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് സമൂഹത്തിൽ ഒരുപാട് പേരും ഒരു ഇഷ്യൂ വരുമ്പോഴത്തേന് ഇപ്പം പ്രത്യേകിച്ച് ഇപ്പം നമ്മളിപ്പം അടുത്തിടയിൽ വാർത്തകൾ കാണുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പം വിഭജിക്കാവട്ടെ അല്ലെങ്കിൽ അതുല്യാവട്ടെ, അങ്ങനെ ഒരുപാട് പെൺകുട്ടികൾ അല്ലെങ്കിൽ വിസ്മയാവട്ടെ, ഒരുപാട് നമുക്കിപ്പോൾ പേര് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. അവർ സമൂഹത്തിൽ ഒരു പേര് മാത്രമല്ല, ഒരു പ്രതിനിധികളാണ്, റെപ്രസെൻറ്റേഷൻ. അങ്ങനെ ഒരു നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഒരു കർഷകൻ മരിച്ചു കഴിഞ്ഞാൽ അത് ഒരു ജസ്റ്റ് സാധാ വിഷയമായിരിക്കും. പക്ഷേ അതേ രീതിയിൽ 100 പേര് മരിച്ചു കഴിഞ്ഞാൽ ഒരു സാമൂഹിക പ്രശ്നമാണ്. അപ്പം ഇന്ന് നേരിടുന്ന ഒരു സാമൂഹിക പ്രശ്നമാണ് ഈ സൂയിസൈഡ് എന്നുള്ളത്. ഈ സൂയിസൈഡിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ റിപ്പോർട്ടുകൾ പ്രകാരം 2021 മുതൽ 25 വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 39,962 സൂയിസൈഡുകൾ നമ്മുടെ കേരള എന്നുള്ള സംസ്ഥാനത്ത്, ചെറിയൊരു സംസ്ഥാനമാണ് ആലോചിച്ച് നടന്നിട്ടുണ്ട്. അപ്പം ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നോക്കുമ്പോഴത്തേന് ഒരു വർഷം 8,000-ൽ പരം സൂയിസൈഡ് കേസുകൾ. അതിൽ ആൺകുട്ടികളുമുണ്ട് പെൺകുട്ടികളുമുണ്ട്. അപ്പോൾ ഇനി ആ ഫാക്ടറിൽ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അതിൽ നമ്മുടെ മേധ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കല്യാണം കഴിപ്പിച്ചിട്ടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവൾ അവിടെ സൂയിസൈഡ് ചെയ്തില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ സിദ്ധാർത്ഥാണ് ഇഷ്ടമുള്ള ജോലി കിട്ടിയില്ല. ഒരു 10-30 വയസ്സ് കഴിഞ്ഞു, 30-32 വയസ്സ് കഴിഞ്ഞു, ഞാൻ എങ്ങനെ ചെയ്യും, അപ്പം എൻ്റെ ലൈഫ് എങ്ങനെ ഞാൻ ബിൽഡ് ചെയ്യും എന്നൊക്കെ ഒരു സംശയമുണ്ട്. ഇപ്പോൾ പലർക്കും ഡിപ്രഷനും അല്ലെങ്കിൽ സ്ട്രെസ്സും അല്ലെങ്കിൽ സൂയിസൈഡ് ടെൻഡൻസിയും കൂടുതൽ. അപ്പം എനിക്ക് ഈ രണ്ട് ഡയറക്ടറിൻ്റെ ഏറ്റവും വലിയ ബ്രില്യൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ രണ്ട് കഥാപാത്രത്തിനെ അദ്ദേഹം മരിക്കാൻ അനുവദിച്ചില്ല. അല്ലെങ്കിൽ സിനിമയാണ്, ലിബർട്ടി ഉണ്ട്, നമുക്ക് മരിച്ചേക്കാം അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. അവിടെ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്തു. ഒന്നാമത്തെ കാര്യം സിദ്ധാർത്ഥിൻ്റെ ഒരു വെർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിദ്ധാർത്ഥ് എന്നുള്ള കഥാപാത്രം അവിടെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ജോലി, അദ്ദേഹം അത് കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പം എന്ത് ചെയ്യും, ഞാൻ ഇഷ്ടപ്പെട്ട ജോലിയിലേക്ക് തിരിച്ചു പോവാം, എനിക്ക് വർഷം നഷ്ടപ്പെട്ടു. അപ്പോൾ ടൈം ഒരു ഇതല്ല, എന്നാൽ എനിക്ക് എൻ്റെ എംപയർ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അദ്ദേഹം അതിലേക്ക് തിരിഞ്ഞു. ഇവിടെ നമ്മുടെ മേധയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മേധയും സിമിലർ. അതായത് പുള്ളിക്കാരുടെ ലൈഫ് ഇങ്ങനെ സ്ട്രഗ്ലിംഗ് ആയിപ്പോയി, സൂയിസൈഡ്, മാട്രിമോണിയൽ കൊളാപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിലൊരു ഡീറ്റെയിലിംഗ് ഉണ്ട്. കൂടുതലായിട്ട് ഞാൻ പറയുന്നില്ല, സിനിമയുടെ ഒരു വിഷ്വൽ ഇത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്.
അപ്പോൾ ആ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരി അതിന് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒറ്റ കാര്യമുള്ളൂ, സൂയിസൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്തൊരു കാര്യം. നമുക്ക് സൂയിസൈഡ് എന്ന് പറയുമ്പോഴത്തേനും ഒന്നുമല്ല. കാരണം നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യമുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യ എന്നുള്ള സംസ്ഥാനം എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് വൈവിധ്യങ്ങളുണ്ട്, ഭാഷകൾ. ഇപ്പം കേരളം, തമിഴ്നാട് എന്നുള്ള രീതി നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പക്ഷേ നമ്മളിതൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം അറിയാം എല്ലാവർക്കും, പക്ഷേ എല്ലാം ചിന്തിക്കുന്നില്ല. അങ്ങനെ എടുത്തു ചാടുന്ന സമയത്താണ് ഈ സൂയിസൈഡ് എന്നുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇഷ്ടംപോലെ സിനിമകളുണ്ട് നമുക്ക് കാണാം, ഇഷ്ടംപോലെ ഫുഡുകളുണ്ട് കഴിക്കാൻ. ഒരു ബിരിയാണി തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ എത്ര ബിരിയാണി കൊണ്ട് കഴിക്കാം. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചുള്ള ഇതൊന്നും ആ ഒരു മൂമെൻറ്റിൽ ചിലപ്പോൾ ചിന്തിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളവർ എന്തായാലും ഒന്ന് കാണണം. ഒരു കാര്യം ട്രോമ അല്ലെങ്കിൽ ഡിപ്രഷൻ അല്ലെങ്കിൽ ഈ ഒരു പാനിക് സിറ്റുവേഷനിലൂടെ പോകുന്നതെന്ന് ആലോചിച്ച് നോക്കണം. അവർ രണ്ടുപേരും ഇവിടെ വർഷം പോയെന്ന് പറഞ്ഞ് സിദ്ധാർത്ഥം സൂയിസൈഡ് ചെയ്തില്ല, സിദ്ധാർത്ഥം ഫൈറ്റ് ചെയ്ത് ഇഷ്ടമുള്ള പ്രൊഫഷനിലേക്ക് തിരിച്ചു വന്നു. വർഷം ടൈം എടുത്താലും പുള്ളി ചെയ്തു. അതോടൊപ്പം തന്നെ മേധയാണെങ്കിലും ലൈഫ് റീഷഫിൾ ചെയ്തിട്ട് പുള്ളിക്കാരി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു വുമൺ എംപവർമെൻറ്റ് എന്നുള്ള രീതിയിലേക്കും വന്നു. നല്ലൊരു സിനിമയാണ്, നല്ല പെർഫോമൻസ് ആണ്. ശരത് കുമാറിൻ്റെയൊക്കെയാണ് കിടിലൻ പെർഫോമൻസ് ആണ് പടം. എനിക്കിഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും എനിക്ക് ഇതിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നന്ദി, താങ്ക് യു.